നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയിൽ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. കാസർഗോഡ് ഭർത്താവിന്റെ അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ 49-കാരിക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കൊളത്തൂർ ചേപ്പനെടുക്കത്തെ അംബികയെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കാരടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ തട്ടിപ്പ്. സഹകരണ നിയമം 65-ാം വകുപ്പ് പ്രകാരം നടത്തുന്ന അന്വേഷണത്തിന് സമയം നീട്ടി നൽകി. കാസർഗോഡ് പഞ്ചിക്കലിൽ സ്കൂൾ വരാന്തയിൽ 1 ദിവസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ആദൂർ പോലീസ് അന്വേഷണം തുടങ്ങി. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടന്നു. നവമാധ്യമങ്ങൾ വഴി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്ന് കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ. അക്ഷയ സെന്റർ ഓൺട്രപ്രണേഴ്സ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടന്നു. അക്ഷയ ഇ കേന്ദ്രങ്ങൾ കേരളത്തിന്റെ ഐശ്വര്യമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. തിങ്കളാഴ്ച ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിരോധനവും ഏർപ്പെടുത്തി. അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ അറിയിച്ചു. വിവിധ വകുപ്പുകളും പൊതുജനങ്ങളും മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിൽ, നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് എന്നിവ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. മലയോര മേഖലയിലും വനത്തിലും മഴ ശക്തമാകുന്നത് മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കും. റവന്യൂ, താലൂക്ക്, ജില്ലാ കേന്ദ്രങ്ങളിലും പോലീസ്, KSEB, ഫിഷറീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണെന്ന് കളക്ടർ അറിയിച്ചു. നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അവ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കും. ദേശീയപാത, സംസ്ഥാനപാത, മറ്റ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിർമ്മാണ കരാർ കമ്പനികളുടെ പ്രതിനിധികൾക്കും കളക്ടർ നിർദ്ദേശം നൽകി. രാത്രിയിലും മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള റോഡുകൾ വഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. നിലവിലെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഓറഞ്ച് ബുക്ക് 2023 വൾണറബിൾ ഗ്രൂപ്പ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന വിഭാഗങ്ങൾക്കായി ക്യാമ്പുകൾ തയ്യാറാക്കി ആവശ്യമായ ഘട്ടങ്ങളിൽ ആളുകളെ മുൻകൂട്ടി തന്നെ മാറ്റി താമസിപ്പിക്കും. നദികളിലെ ജലനിരപ്പ് ഉയരുന്നത് സംബന്ധിച്ച് പ്രത്യേകം നിരീക്ഷിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഭർത്താവിന്റെ അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ 49-കാരിക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ബേടകം കൊളത്തൂർ ചേപ്പനെടുക്കത്തെ അംബികയെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഭർത്തൃമാതാവിനെ അംബിക കഴുത്തിൽ കൈകൊണ്ട് ഞെരിച്ചും തലയണ കൊണ്ട് മുഖമമർത്തിയും നൈലോൺ കയർ കഴുത്തിനു ചുറ്റിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2014 സെപ്റ്റംബർ 16-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊളത്തൂർ പെർലടുക്കം ചേപ്പിനടുക്കയിലെ 65-കാരിയായ അമ്മാളു അമ്മയാണ് കൊല്ലപ്പെട്ടത്. അമ്മാളു അമ്മയെ വീടിൻ്റെ ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണത്തിൽ മറ്റ് ബന്ധുക്കളും നാട്ടുകാരും സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലയാണെന്ന് തെളിഞ്ഞത്. വീടിൻ്റെ ചായ്പിൽ കിടന്നുറങ്ങുകയായിരുന്ന അമ്മാളു അമ്മയെ മകൻ കമലാക്ഷൻ്റെ ഭാര്യയായ അംബിക കൊലപ്പെടുത്തുകയും കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി മൃതദേഹം വീടിൻ്റെ ചായ്പിൽ കെട്ടിത്തൂക്കുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അമ്മാളു അമ്മയുടെ പേരിലുള്ള സ്ഥലം വിറ്റ് പ്രതികളുടെ പേരിൽ സ്ഥലം വാങ്ങിയത് ചോദിച്ചതിലുള്ള വിരോധത്താലും ഭക്ഷണം കൊടുക്കാത്തതും TV കാണാൻ അനുവദിക്കാത്തതും അയൽവാസികളോട് പറഞ്ഞതിലുള്ള വിരോധവുമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിലെ പോലീസ് സർജൻ S. ഗോപാലകൃഷ്ണപിള്ള നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. പോലീസ് സർജൻ കൊല നടന്ന സ്ഥലവും സന്ദർശിച്ചിരുന്നു. കേസിൽ അംബിക കുറ്റക്കാരിയാണെന്ന് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് A. മനോജ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ അംബികയെ ജീവപര്യന്തം തടവിനും 2 ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷിക്കുകയായിരുന്നു.
ബേഡകം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ആദൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ഇപ്പോഴത്തെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സതീഷ് കുമാർ ആലക്കലാണ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ ഇ ലോഹിതാക്ഷൻ, ആതിര എന്നിവർ ഹാജരായി. കേസിലെ 2-3 പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴയിൽ പയ്യന്നൂരിൽ 2 വീടുകൾ തകർന്നു. പയ്യന്നൂർ കിഴക്കേ കണ്ടങ്കാളിയിലെ പടിഞ്ഞാറപ്പുരയിൽ തങ്കമണിയുടെയും പുഞ്ചക്കാട് കിഴക്ക് പനക്കിൽ കുഞ്ഞിക്കണ്ണന്റെ വീടുമാണ് തകർന്നത്. പയ്യന്നൂർ കിഴക്കേ കണ്ടങ്കാളിയിലെ പടിഞ്ഞാറേപ്പുരയിൽ തങ്കമണിയുടെയും പുഞ്ചക്കാട് കിഴക്ക് പനക്കിൽ കുഞ്ഞിക്കണ്ണന്റെ വീടുമാണ് തകർന്നത്. ശക്തമായ മഴയിൽ തിങ്കളാഴ്ച പുലർച്ചെ 5:30ഓടെയാണ് തങ്കമണിയുടെ വീട് തകർന്നത്. തങ്കമണിയും 2 മക്കളും വീടിന് ചേർന്നുള്ള മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്നു. ആളപായമില്ലെങ്കിലും വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു. കുഞ്ഞിക്കണ്ണന്റെ ഓടുമേഞ്ഞ വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. ആളപായമില്ല. വീട്ടുപകരണങ്ങൾ നശിച്ചിട്ടുണ്ട്. പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ കെ.വി. ലളിത, സ്ഥിരം സമിതി അധ്യക്ഷൻ ടി. വിശ്വനാഥൻ, കൗൺസിലർ എം. ആനന്ദൻ, മുനിസിപ്പൽ എഞ്ചിനീയർ കെ. ഉണ്ണി, ഹെൽത്ത് സൂപ്പർവൈസർ എ.വി. മധുസൂദനൻ, കെ. ശ്യാമള എന്നിവരുടെ നേതൃത്വത്തിൽ അപകടം നടന്ന വീടുകൾ സന്ദർശിച്ചു. അത്യാവശ്യ ഘട്ടങ്ങളിൽ നഗരസഭാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ അധ്യക്ഷ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാർഡക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് സഹകരണ നിയമം 65-ാം വകുപ്പ് പ്രകാരം നടത്തുന്ന അന്വേഷണത്തിന് സമയം നീട്ടി നൽകി. അനുവദിച്ച സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ച സാഹചര്യത്തിലാണ് 1 മാസം കൂടി അനുവദിച്ചത്. മുഖ്യപ്രതിയും സഹകരണ സംഘം സെക്രട്ടറിയുമായ കെ. രതീശൻ ഒളിവിൽ പോവുകയും പിന്നീട് റിമാൻഡിലാവുകയും ചെയ്തതിനാൽ മൊഴി രേഖപ്പെടുത്താൻ വൈകിയതിനാലാണ് അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിച്ച് നടപടി. ഒരാഴ്ച മുൻപ് കോടതിയുടെ അനുമതിയോടെ രതീശന്റെ മൊഴി സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയെങ്കിലും സഹകരണ സംഘത്തിലെ രേഖകളുമായി ഇത് ഒത്തുനോക്കേണ്ടതുണ്ട്. അതേസമയം തട്ടിപ്പ് തുക സംഘം പ്രസിഡന്റിന്റെ പരാതിയിൽ പറയുന്നത് പോലെ 4.76 കോടിയോളം എത്തുമെന്ന് തന്നെയാണ് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയത്. സഹകരണ വകുപ്പിന്റെ ഏറ്റവും വലിയ അന്വേഷണമാണ് 65-ാം വകുപ്പ് പ്രകാരം നടത്തുന്നത്. ഇതനുസരിച്ചാകും സഹകരണ വകുപ്പ് ഇതിൽ സ്വീകരിക്കേണ്ട നടപടികൾ തീരുമാനിക്കുക. സംഘത്തിൽ നിന്ന് തട്ടിയെടുത്ത പണം അമിത ലാഭം പ്രതീക്ഷിച്ച് മറ്റു ചിലർക്ക് നൽകുകയായിരുന്നുവെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി. ആദൂർ പോലീസ് അന്വേഷിച്ച കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും തട്ടിപ്പ് തുക 3 കോടിയിലേറെ ആയതിനാൽ ഒരാഴ്ച മുൻപ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിടുകയും ചെയ്തിരുന്നു. രതീഷിനു പുറമെ മുഖ്യ സൂത്രധാരനെന്ന് സംശയിക്കുന്ന കണ്ണൂർ താണ സ്വദേശി പയ്യന്നൂരിലെ താമസക്കാരനുമായ ജബ്ബാർ മഞ്ചക്കണ്ടി, പള്ളിക്കര പഞ്ചായത്ത് അംഗം ബേക്കൽ ഹദ്ദാദ് നഗറിലേക്ക് അഹമ്മദ് ബഷീർ, കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ടെ എ. അനിൽകുമാർ, പറക്കളായി 7-ാം മൈലിലെ എ. അബ്ദുൽ ഗഫൂർ, കോഴിക്കോട് അരക്കിണർ സ്വദേശി സി. നബീൽ എന്നിവരെയും അറസ്റ്റ് ചെയ്തു. പ്രതികളെല്ലാവരും റിമാൻഡിലാണ്. തട്ടിപ്പ് പണം കണ്ടെത്തുകയാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള പ്രധാന ദൗത്യം. പ്രതികളിൽ നിന്ന് പണം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്ന നടപടികൾ ഉണ്ടാകുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പഞ്ചിക്കലിൽ സ്കൂൾ വരാന്തയിൽ 1 ദിവസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കരച്ചിൽ കേട്ടെത്തിയപ്പോഴാണ് നാട്ടുകാർ കുഞ്ഞിനെ കണ്ടത്. സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കാസർഗോഡ് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പഞ്ചിക്കലിൽ സ്കൂൾ വരാന്തയിൽ 1 ദിവസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിനെ ഞെട്ടിച്ചു. പഞ്ചിക്കലിൽ ശ്രീ വിഷ്ണുമൂർത്തി AUP സ്കൂളിലെ വരാന്തയിലാണ് ഞായറാഴ്ച വൈകിട്ടോടെ പെൺകുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പ്രദേശവാസികൾ എത്തിയപ്പോഴാണ് സ്കൂൾ വരാന്തയിൽ നവജാത ശിശുവിനെ തുണിയിൽ പൊതിഞ്ഞ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ദൂരെ നിന്നും ആരെങ്കിലും വാഹനത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണോ എന്ന സംശയം ഉൾപ്പെടെ ഉയരുന്നുണ്ട്. സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അപകട ഭീഷണി ഉയർത്തി മഞ്ചേശ്വരത്തെ മുലിഖത്തെ ബെരിപ്പദവു റോഡ്. കനത്ത മഴയിൽ റോഡിന്റെ ഇരുവശവും ഏത് സമയവും തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലാണ്. അപകടം സംഭവിക്കുന്നതിന് മുൻപായി അധികൃതർ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുലിഖത്തെ ബെരിപ്പദവു റോഡ് ഏത് നിമിഷവും തകർന്നു വീഴുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. റോഡിന് വശത്തായി ഗർത്തം രൂപപ്പെട്ട് മണ്ണിടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന റോഡായതുകൊണ്ട് തന്നെ പെർള, അഡ്യനെടുക്ക, ഒപ്പള ഭാഗങ്ങളിലേക്കായി പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ റോഡിനെയാണ് യാത്രയ്ക്കായി ആശ്രയിക്കുന്നത്. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ യാത്രക്കാർ വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരും. അപകടം സംഭവിക്കുന്നതിന് മുൻപായി അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടന്നു. കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പരാതികൾ സ്വീകരിച്ചു. നവമാധ്യമങ്ങൾ വഴി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്നും ഇത്തരം കേസുകളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുവാനാണ് കമ്മീഷന്റെ തീരുമാനമെന്നും പി കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ 30 കേസുകളാണ് വനിതാ കമ്മീഷന് മുൻപാകെ വന്നത്. ഇതിൽ 4 ഫയലുകൾ തീർപ്പാക്കി. 4 ഫയലുകളിൽ പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 22 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ സിറ്റിംഗിന് നേതൃത്വം നൽകി. നവമാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്കെതിരെ അനുദിനം വർദ്ധിച്ചു വരുന്ന ആക്ഷേപ പരാമർശങ്ങൾ ഭയാനകമാണെന്നും ഇത്തരം പരാതികളിൽ വനിതാ കമ്മീഷൻ കർശന നിലപാട് സ്വീകരിക്കുമെന്നും സിറ്റിംഗിന് ശേഷം സംസാരിക്കവേ വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു. കമ്മീഷന്റെ കാസർഗോഡ് സിറ്റിംഗിൽ ടോട്ടൽ 30 കേസാണ് ഇന്ന് വന്നിട്ടുള്ളത്. 4 ഫയൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 4 ഫയൽ പോലീസ് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സിറ്റിംഗിലേക്ക് 22 പരാതികളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നവമാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ നേരിട്ട് ഉള്ള ആക്രമണത്തെക്കാൾ ഭയാനകമായിട്ടുള്ളതാണ് ഇത്തരം ആക്രമണങ്ങൾ. ദീർഘകാലം ഓരോ പ്ലാറ്റ്ഫോമിൽ, ഇപ്പം നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിലെല്ലാം ആകുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് ചെയ്തതിന് ദീർഘകാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഭയാനകമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് സ്ത്രീകൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. സ്ത്രീ സമൂഹത്തെ വളരെയധികം മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള അറ്റാക്കുകളാണ് സ്ത്രീകൾക്കെതിരെ ഇന്ന് വർദ്ധിച്ചു വന്നിട്ടുള്ളത്. ഇത്തരം ഒരു അവസ്ഥയിൽ നമ്മുടെ സാധാരണ സ്ത്രീകൾ ഇത്തരം ആക്രമണങ്ങൾ ഭയന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനോ അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പം കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ പരാതിപ്പെടാനും സ്ത്രീകൾ മടി കാണിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കെതിരെ പോലും ഇത്തരം സോഷ്യൽ പ്ലാറ്റ്ഫോമിലുള്ള അറ്റാക്കുകൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് നമ്മുടെ കാസർഗോഡ് സിറ്റിംഗിൽ തന്നെ ഇത്തരം പരാതികൾ 2 പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരം പരാതിക്കെതിരെ കേരള വനിതാ കമ്മീഷൻ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് 22 വർഷമായി ഓൺലൈൻ സേവനങ്ങൾ നൽകി വരുന്ന അക്ഷയ ഇ കേന്ദ്രങ്ങൾ കേരളത്തിന്റെ ഐശ്വര്യമാണെന്നും അക്ഷയയ്ക്കും സംരംഭകർക്കും നിയമപരിരക്ഷ ഉറപ്പുവരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഫോറം ഓഫ് അക്ഷയ സെന്റർ ഓൺട്രപ്രണേഴ്സ് ഫേസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫോറം ഓഫ് അക്ഷയ സെന്റർ ഓൺട്രപ്രണേഴ്സ് ഫേസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം കോട്ടയത്ത് നടന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് 22 വർഷമായി ഓൺലൈൻ സേവനങ്ങൾ നൽകി വരുന്ന അക്ഷയ ഇ കേന്ദ്രങ്ങൾ കേരളത്തിന്റെ ഐശ്വര്യമാണെന്നും അക്ഷയയ്ക്കും സംരംഭകർക്കും നിയമപരിരക്ഷ ഉറപ്പുവരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ കൂടുതൽ അപേക്ഷകൾ അക്ഷയ വഴി നൽകുന്നതിനും അക്ഷയ പ്രസ്ഥാനത്തെ നവീകരിക്കുന്നതിന് ശ്രമമുണ്ടാകണമെന്നും MLA അഭിപ്രായപ്പെട്ടു. അക്ഷയ കേന്ദ്രങ്ങളെ നമുക്ക് സംരക്ഷിക്കണം, അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കണം, അത് വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ നടപടികളിലേക്ക് പോകണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ മുഖത്തെ ഈ ചിരി മായാതിരിക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഒരു ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഭാഗങ്ങളും നേർന്നുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളുടെ ഈ സംഘടിത രൂപം ഭംഗിയായി പോകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷത വഹിച്ചു. ഇടുക്കിയിലും തിരുവനന്തപുരത്തും മരണമടഞ്ഞ അക്ഷയ സംരംഭകരുടെ ആശ്രിതർക്ക് അക്ഷയ കെയർ പദ്ധതി പ്രകാരമുള്ള 5 ലക്ഷം രൂപ വീതം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിതരണം ചെയ്തു. അക്ഷയ കെയർ ട്രസ്റ്റ് ചെയർമാൻ ജെഫേഴ്സ് മാത്യു സ്മരണാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ AP പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ നിശാന്ത് CY സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഫേസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രതീഷ് ജേക്കബ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് മധുസൂദനൻ വയനാട് നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള അക്ഷയ സംരംഭക പ്രതിനിധികൾ സംബന്ധിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിജു കോഴിക്കോട്, രജിസ്ട്രേഷൻ കമ്മിറ്റി കൺവീനർ അപർണ കോട്ടയം, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ റോയ്മോൻ തോമസ്, സ്റ്റേജ് കമ്മിറ്റി കൺവീനർ കമൽദേവ് ആലപ്പുഴ, പബ്ലിസിറ്റി കൺവീനർ സുനിൽ സൂര്യ, മിനിറ്റ്സ് കമ്മിറ്റി കൺവീനർ ഷീജ സുരേഷ്, ഫുഡ് കമ്മിറ്റി കൺവീനർ മെഹർഷ മലപ്പുറം, ഗതാഗത കമ്മിറ്റി കൺവീനർ അനിൽ പത്തനംതിട്ട എന്നിവർ നേതൃത്വം നൽകി.
സംസ്ഥാന വൈസ് പ്രസിഡന്റ് നസീർ ആലപ്പുഴ സംഘടനാ കാര്യനിർവഹണം ഒരു വിശകലനവും വിശദീകരണവും എന്ന വിഷയത്തിൽ ചർച്ച നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധിൽ കാസർഗോഡ്, ജോയിന്റ് സെക്രട്ടറിമാരായ സജയ് കുമാർ, സോണി ആസാദ് എന്നിവർ മോഡറേറ്ററായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSDA കാസർഗോഡ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപക ധർണ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണാ സമരം. വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക, തുടർച്ചയായ 6 പ്രവൃത്തി ദിനങ്ങൾ ഒഴിവാക്കുക, വിദ്യാർത്ഥികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി KSDA കാസർഗോഡ് ഉപജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അധ്യാപക ധർണ സംഘടിപ്പിച്ചു. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരത്തിൽ നിരവധി അധ്യാപകർ പങ്കെടുത്തു. ധർണ ജില്ലാ പ്രസിഡന്റ് U ശ്യാമഭട്ട് ഉദ്ഘാടനം ചെയ്തു. ഓണം പരീക്ഷ നേരത്തെ വന്നതുകൊണ്ട് പാഠപുസ്തക വിതരണം ചെയ്യാൻ പറ്റാത്തതെന്നുകൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ ഈ ഗവൺമെന്റ് അങ്ങനെയല്ല പറഞ്ഞത്, മറിച്ചും സ്കൂൾ പൂട്ടുന്ന മുമ്പേ പാഠപുസ്തകങ്ങളിൽ എത്തിച്ചും അങ്ങനെ നിരവധി പരിഷ്കാരങ്ങൾ ഈ വിദ്യാഭ്യാസ മന്ത്രി ഈ ഗവൺമെന്റ് കൊണ്ടുവന്നല്ലേ. എന്തിനേറെ ഖജനാവിന്റെ ചില്ല് കാശ് പോലും ചെലവാക്കില്ലെന്ന് പറഞ്ഞ UDF ഗവൺമെന്റ് ഭരണകാലത്തിൽ എത്രയായിരുന്നു നിയമനങ്ങളും. KK ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. A ശ്രീകുമാർ, C പ്രശാന്ത്, A മാലതി, E വിനോദ് കുമാർ, P ലളിതകുമാരി, K പ്രേംരാജ്, CK ജഗദീഷ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള, PP ചന്ദ്രശേഖരൻ, M മണികണ്ഠൻ, രേഖ PK എന്നിവർ നേതൃത്വം നൽകി. A മധുസൂദനൻ സ്വാഗതവും T മധു പ്രശാന്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരുങ്കളിയാട്ടത്തിന്റെ ശംഖനാദം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ മുഴങ്ങുമ്പോൾ നാടിന്റെ ഐക്യവും വിശ്വാസവും ഊട്ടിയുറപ്പിക്കുന്നതായി അത് മാറുമെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു. അടുത്ത വർഷം മാർച്ച് 5 മുതൽ 12 വരെ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിനായുള്ള സാമ്പത്തിക സമാഹരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത വർഷം മാർച്ച് 5 മുതൽ 12 വരെ നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടം മഹോത്സവത്തിനായുള്ള സാമ്പത്തിക സമാഹരണത്തിന്റെ ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. പെരുങ്കളിയാട്ടത്തിന്റെ ശംഖനാദം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ മുഴങ്ങുമ്പോൾ നാടിന്റെ ഐക്യവും വിശ്വാസവും ഊട്ടിയുറപ്പിക്കുന്നതായി അത് മാറുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. എല്ലാ മതവിഭാഗങ്ങളും സമുദായങ്ങളും ഒരുമിച്ച് കഴിയുന്ന ഭാരത സംസ്കാരവും പാരമ്പര്യവും പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ പെരുങ്കളിയാട്ടങ്ങൾ വഴി തുറക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ദീർഘകാലമായി സാംസ്കാരികതയുടെ പ്രതിസ്പന്ദമായി ഇവിടെ നിറഞ്ഞിരുന്ന ഈ രാമവില്യം കഴകം അതിൻ്റെ ചരിത്ര പ്രധാനമായ പെരുങ്കളിയാട്ട മഹോത്സവത്തിന് സന്നദ്ധമാകുന്നത് പറയുന്നത് തന്നെ ഭക്തജനങ്ങൾക്കും നാടിൻ്റെ നാനാഭാഗത്തിനും മുഴുവൻ അറിയിക്കേണ്ടത് തന്നെ വളരെയധികം ഹൃദയം നിറഞ്ഞ ആഹ്ലാദവും ഭക്തിയുമുണ്ട്. സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന് മന്ത്രി ഫണ്ട് കൈമാറി. സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം M രാജഗോപാലൻ MLAയും ലോഗോ പ്രകാശനം പയ്യന്നൂർ MLA TI മധുസൂദനനും നിർവഹിച്ചു. വെബ്സൈറ്റ് ഉദ്ഘാടനം ആനക്കൈ ബാലകൃഷ്ണൻ നിർവഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ PV കണ്ണൻ മാസ്റ്റർ, സാമ്പത്തിക കമ്മിറ്റി കൺവീനർ KV ബാലകൃഷ്ണൻ, കഴകം പ്രസിഡന്റ് VV രാഘവൻ, ക്ഷേത്രം കോയ്മ കലിയാന്തൽ പത്മനാഭ പുതുവാൾ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, AGC ബഷീർ, VPP മുസ്തഫ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, A വേലായുധൻ, EV ഗണേശൻ, കരിമ്പിൽ കൃഷ്ണൻ, PP കുഞ്ഞിക്കണ്ണൻ, K ശശിധരൻ, KP മുകുന്ദൻ, CV കണ്ണൻ, MV കുഞ്ഞിക്കോരൻ, PV ബാബു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ ക്ഷേത്രങ്ങളിലെ സ്ഥാനീയരും ആചാരക്കാരും ബാല്യക്കാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേഖലാ തലങ്ങളിൽ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ ചടങ്ങ് നടത്തി. സംസ്ഥാന ചെയർമാൻ TI മധുസൂദനൻ MLA മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേഖലാ തലങ്ങളിൽ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ ചടങ്ങ് നടത്തി. കാഞ്ഞങ്ങാട് ഉദുമ മേഖലാ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ ചടങ്ങ് ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നടന്നു. കേരള പൂരക്കളി കലാ അക്കാദമി ചെയർമാൻ TI മധുസൂദനൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. ഇതുവരെ ഇങ്ങനെയൊരു മെമ്പർഷിപ്പ് സമാഹരണത്തിനുള്ള ഒരു യാത്രാ പരിപാടി സംഘടിപ്പിക്കുന്നതിന് നമ്മൾ ആലോചിച്ചിരുന്നില്ല. കാരണം കോവിഡ് വന്നതോടുകൂടിയാണ് സംഘടന എന്ന് പറയുന്നതിൻ്റെ കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ഏകോപിതമായി പോകുന്നതിന് പല രീതിയിലുള്ള തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളും പ്രയാസങ്ങളും
വന്നുപെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ചിട്ടയും ഏകീകൃതവുമായിട്ടുള്ള പൂരക്കളി കലാകാരന്മാരുടെ സംഘടന പ്രവർത്തനം ആ നിലയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ പ്രയാസമായിട്ട് വന്നതിൻ്റെ പശ്ചാത്തലം സംബന്ധിച്ച് വളരെ വിശദമായി വിവിധ ഘട്ടങ്ങളിൽ ഞങ്ങളെല്ലാവരും ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് ദാമോദരൻ കാഞ്ഞങ്ങാട് അധ്യക്ഷത വഹിച്ചു. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സെക്രട്ടറി ഗോപാലകൃഷ്ണ പണിക്കർ, സംസ്ഥാന ട്രഷറർ ദാമോദര പണിക്കർ, എൻ കൃഷ്ണൻ, ചോയമ്പു തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി അനീഷ് പി ദീപം സ്വാഗതവും കാഞ്ഞങ്ങാട് മേഖലാ ട്രഷറർ കൊട്ടൻകുഞ്ഞി അടോട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ബാങ്ക് ജ്വൽ അപ്രൈസേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. ഏജൻസി വഴിയുള്ള അപ്രൈസർ നിയമനം റദ്ദാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഏജൻസി വഴിയുള്ള അപ്രൈസർ നിയമനം റദ്ദാക്കുക, സ്ഥിരം ജോലി ഉറപ്പുവരുത്തുക, കമ്മീഷൻ ഏകീകരിക്കുക, 2 ദിവസത്തെ ട്രെയിനിംഗ് വഴി ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന് മുകളിൽ നിയമനം നടത്തുന്നത് റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഓൾ കേരള ബാങ്ക് ജ്വൽ അപ്രൈസേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഹോസ്ദുർഗ് കാർഷിക വികസന ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഇ.കെ. രാജീവൻ സ്വാഗതം പറഞ്ഞു. AKBEF ജില്ലാ സെക്രട്ടറി ഇ.വി. മോഹനൻ അധ്യക്ഷനായി. AKBJAF ജനറൽ സെക്രട്ടറി KN അതിരഥൻ മുഖ്യപ്രഭാഷണം നടത്തി. PM അംബുജം, PV സുരേഷ്, ആനന്ദ് MK, P കൃഷ്ണൻ, രാജേഷ് TV, ഇ.കെ. രാജീവൻ, നിരഞ്ജൻ, പ്രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അപ്രൈസർമാരുടെ മക്കളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ വിജയികളായ അനന്തു സി, അനശ്വര കെ, കീർത്തന കെ, നിരഞ്ജൻ പ്രജീഷ്, ജിഷ്ണു സി, ശ്രീലക്ഷ്മി എന്നീ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും വിരമിച്ച അപ്രൈസർമാരായ N ബാലകൃഷ്ണൻ, മുരളീധരൻ, സുബ്രഹ്മണ്യൻ എന്നിവരെ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി ചെയർമാനായി മോഹനൻ EV, വൈസ് ചെയർമാൻമാരായി ചന്ദ്രൻ P, ശങ്കരൻ C, സെക്രട്ടറിയായി ഇ.കെ. രാജീവൻ, ജോയിന്റ് സെക്രട്ടറിയായി ശ്രീനിവാസൻ, അസിസ്റ്റന്റ് സെക്രട്ടറിയായി ഉണ്ണികൃഷ്ണൻ കെ, ട്രഷററായി പ്രജീഷ് KV എന്നിവരെ തെരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായി രാജേഷ് TV, സന്തോഷ് V, മധു, അശോകൻ, രാജേഷ്, ഭാസ്കരൻ, പത്മനാഭൻ, ധനഞ്ജയൻ, വിജയൻ, സുരേഷ് കുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. കനത്ത കാറ്റിലും മഴയിലും കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ കൂറ്റൻ മരം കടപുഴകി വീണു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന് മുൻവശത്തെ തണൽ മരമാണ് കടപുഴകി വീണത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത്. പുലർച്ചെയായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന് മുൻവശത്തെ തണൽമരമാണ് കടപുഴകി വീണത്. അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. പകൽ സമയങ്ങളിൽ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. പതിവായി വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന ജനങ്ങൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലം കൂടിയാണ്. മരം വീണ് വൈദ്യുതി ലൈനുകളും കെ-ഫോണിന്റെ അടക്കം ലൈനുകളും തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സമാപിച്ചു. തിരിച്ചറിയൽ കാർഡ് വിതരണവും നടത്തി. ആധാരം രജിസ്ട്രേഷൻ നടത്തുമ്പോൾ കൺസൾട്ടന്റുമാർക്ക് മാത്രം സാക്ഷിയായി ഒപ്പിടാനുള്ള അധികാരം നൽകുക, കൺസൾട്ടൻസി ഫീസ് നിയമപരമായി നിജപ്പെടുത്തുക, വർദ്ധിപ്പിച്ച ഫെയർ വാല്യൂ പുനഃപരിശോധിക്കുക, രജിസ്ട്രേഷൻ ഫീസ് വർധന പുനഃപരിശോധിക്കുക, തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പുവരുത്തുക, അഴിമതിയും ചൂഷണവും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ഉന്നയിച്ചു. കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മാറ്റുപള്ളി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോസ് വിക്ടർ മുഖ്യപ്രഭാഷണം നടത്തി. 4 നൂറ്റാണ്ട് പാരമ്പര്യമുള്ള മുനീർ കളത്തിൽ, ഗോപാലൻ പെരിയ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡും വിതരണം ചെയ്തു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീലേഷ്, ട്രഷറർ നൂർദീൻ, കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോമി ജോർജ് കുമ്പാട്ട് എന്നിവർ സംസാരിച്ചു. നാസർ ലാൻഡ്മാർക്ക് സ്വാഗതവും അബ്ദുൽ ഖാദർ ചായൂത്ത് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി VV ചന്ദ്രൻ അച്ചാംതുരുത്തിയെ പ്രസിഡന്റായും, ടോമി ജോർജ് കുമ്പാട്ടിനെ ജനറൽ സെക്രട്ടറിയായും, അബ്ദുൽ ഖാദർ ചായൂത്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയിൽ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. കാസർഗോഡ് ഭർത്താവിന്റെ അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ 49-കാരിക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ.
കൊളത്തൂർ ചേപ്പനടുക്കത്തെ അംബികയെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കാരടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ തട്ടിപ്പ്. സഹകരണ നിയമം 65 വകുപ്പ് പ്രകാരം നടത്തുന്ന അന്വേഷണത്തിന് സമയം നീട്ടി നൽകി. കാസർഗോഡ് പഞ്ചിക്കലിൽ സ്കൂൾ വരാന്തയിൽ 1 ദിവസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ആദൂർ പോലീസ് അന്വേഷണം തുടങ്ങി. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടന്നു. നവമാധ്യമങ്ങൾ വഴി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്ന് കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ. അക്ഷയ സെന്റർ ഓൺട്രപ്രണേഴ്സ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടന്നു. അക്ഷയ ഇ കേന്ദ്രങ്ങൾ കേരളത്തിന്റെ ഐശ്വര്യമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.